ബർത്ത്ഡേ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല, കയ്യിലുള്ളതൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട്. കുറച്ച് ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 2 ദിവസമായി പറയുന്നു ബലൂണിന്. പിന്നെ മായ വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റും ലഡുവും വാങ്ങി. കഴിഞ്ഞ് നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോഴേ ഋതു കാണാതെ പോയി അത് എടുത്ത് തിന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മേലൊരു കണ്ണാണ്. അങ്ങനെ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ, വൈറ്റ് ഫോറസ്റ്റും. ഋതുവിന് വൈറ്റ് ഫോറസ്റ്റാണ് ഇഷ്ടം. അങ്ങനെ എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫിലെ ഈച്ച് മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ, അതായത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേ ഒക്കെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാനും ഇത് ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാനും നോക്കാറുണ്ട്. നമ്മൾ സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ചിരിയും സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോരം സന്തോഷമാണ്. എനിക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആരെങ്കിലും ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മളുടെ ജീവിതമാണ്. അത് ഇപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. നമ്മളുടെ ദം ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതാ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. അമ്മ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുക. അപ്പോൾ അമ്മയുടെ ബിരിയാണി റെസിപ്പി ഞാൻ എന്തായാലും ഒരു ദിവസം ഇടുന്നുണ്ട്. നമ്മളൊരു ദിവസം കോഴിക്കോട് റഹ്മത്തിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു. അങ്ങനെ വലിയ ഇതായിട്ട് മസാലകളൊന്നും ഇടുന്നില്ല, പക്ഷെ എന്തോ രസമാണ്. പക്ഷേ ബില്ല് കണ്ടപ്പോഴാണൊന്ന് ഞെട്ടിയത്. തിന്നതൊക്കെ വേഗം തന്നെ ദഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ മായുടെ സ്പെഷ്യൽ ചമ്മന്തി. ഈ ചമ്മന്തിയിൽ കുറച്ച് തേങ്ങ എടുത്ത് അതിൽ പച്ചമുളക്, മല്ലിയില, ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മിക്സിയിൽ റെഡി. സാലഡ് ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കൂടി ഒരു പിടുത്തം പിടിച്ചു. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അധികം തിന്നാൻ വേണ്ടി പറ്റില്ലേ. അമ്മ കുറച്ച് സേമിയ പായസം കൂടി ഉണ്ടാക്കിയേ. പായസം മിക്സാണ് എടുത്തത്. പാല് തിളപ്പിച്ച് അതിലേക്ക് പായസം മിക്സ് ആഡ് ചെയ്ത് കുറച്ച് സാബുനരി വേവിച്ചത് കൂടി ഇട്ടു. ഏലക്കായുടെ ചോയ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അപ്പോഴത് പൊടിച്ചിട്ടു. കുറച്ച് പഞ്ചസാരയും ഉപ്പ് കൂടെ ആഡ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ പായസത്തിൽ ഉപ്പിടില്ലെന്ന് തോന്നുന്നു. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. പായസം ഇളം ചൂടിൽ കുടിക്കാനാണ് ഇഷ്ടം. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഒന്ന് സെറ്റാക്കി.